ഹോസ്റ്റൽ മുറിയിൽ കഴിയുന്ന രണ്ട് ഉറ്റ കൂട്ടുകാരികൾ ജൂണും ഗൗരിയും. ദുരൂഹമാം വിധം ഗൗരി കൊല്ലപ്പെടുന്നു. സംശയത്തിന്റെ മുന ജൂണിലേക്ക് ചൂണ്ടപ്പെടുന്നു. സ്വന്തം അമ്മ പോലും അവളെ കുറ്റവാളിയായി കാണുന്നു. വേട്ടയാടപ്പെടുന്ന അവൾ കുറ്റവാളിയെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു. ആ അന്വേഷണത്തിന്റെ അന്ത്യം നടുക്കുന്ന യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരുന്നു. റിയാലിറ്റിയും ഫാന്റസിയും ഇടകലർന്ന വ്യത്യസ്തമായ കഥാഖ്യാനം. ഇത് വായനക്കാരെ ആവേശം കൊള്ളിക്കും. അപ്പോൾ ഇപ്പോൾ വായിച്ചത് നിഴലായി താനേ നിൻ നിഴലായി ഞാനും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ബ്ലർബാണ്. ശ്രുതി പവിത്രനാണ് ഓതർ. ആൻഡ് എനിക്ക് ഇന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ കിട്ടിയ പാഴ്സലാണിത്. ഒരു ബുക്കും ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. 150 റുപ്പീസിൻ്റെ നോവലാണ്. യുവമേള പബ്ലിക്കേഷൻസ് ആണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 63 പേജസ് മാത്രമുള്ള ഒരു കുട്ടി ബുക്കാണ്. സോ ഫ്രീ ആകുമ്പോൾ എല്ലാവരും വായിച്ചു നോക്കൂ. ഞാൻ വായിച്ചിട്ട് ഫുൾ റിവ്യൂ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.